ആ ഫാത്തിമ അങ്ങോട്ട് വിളിച്ചിരുന്നു, ഇജ്ജ് വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ കല്യാണം നടത്തുക? നമ്മളൊരു വാക്ക് കൊടുത്തതല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു വാക്ക് കൊടുക്കാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിങ്ങളോട് ഫാത്തിമയുടെ കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ലാന്ന്. ഞാനും ജെസ്സി തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞാൻ കെട്ടാണെങ്കിൽ അവളെ മാത്രമേ കെട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ അത്രയും ആത്മാർത്ഥമായ പ്രണയമാണ്. ഈ പ്രണയത്തെക്കുറിച്ചൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിന് നല്ലൊരു മനസ്സ് വേണം. ഈ കാര്യം പറഞ്ഞിട്ട് എന്നെ നിർബന്ധിക്കാൻ നിൽക്കരുത്. ഞാൻ കെട്ടുകയാണെങ്കിൽ ജെസ്സിനെ മാത്രമേ കെട്ടൂ. അനക്കത് വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ഓലുമായിട്ട് എൻ്റെ ശ്രീധനം വരെ സംസാരിച്ചു. 100 പവന്, ഒരു BMW കാറ്, ടൗണിൽ 1-2 ലക്ഷം രൂപ വാടക കിട്ടുന്ന ഒരു ബിൽഡിങ്, പിന്നെ ഓല പൈസയുടെ കാര്യം അനക്കാണ് ഞാൻ പറയണ്ടല്ലോ. ഒരു നല്ല ലെവലിൽ ചെയ്യാച്ചിട്ടായിരുന്നു. അനക്കഞ്ഞത് വേണ്ടെങ്കിൽ വേണ്ട. എൻ്റെ ജെസ്സിയെങ്കിൽ ജെസ്സി. ഹായ് ഫാത്തിമ, എങ്ങനെയുണ്ട് എന്നെ കാണാൻ? ഓ താങ്ക് യു. നമുക്കിന്നൊന്ന് പുറത്ത് പോകണം കേട്ടോ. എന്താണ് വാപ്പ എന്നെ നോക്കി നിൽക്കുന്നത്? പോയിട്ട് ഞങ്ങളെ കല്യാണം നടത്തുള്ള കാര്യങ്ങൾ നോക്ക്.